ഉപവാസത്തിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വബഅദ്. ബഹുമാനികളെ, ഏഷ്യ ബഹ്റൈൻ്റെ 13ാമത്തെ ദിവസം, ബഹ്റൈനിലെ റമദാൻ്റെ 13ാമത്തെ ദിവസം, ഏഷ്യ ബഹ്റൈൻ്റെ റമദാൻ മാസത്തിലെ ദൗത്യവുമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. അതായത് ജനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ദീനിൽ അല്ലെങ്കിൽ മതത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പ്രയോഗങ്ങൾ ഹറാമും ഹലാലും. ഹറാമിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വസ്തുവിനെ പടച്ചതമ്പുരാനോ പ്രവാചകനോ നിരോധിച്ചതാണ്. അത് പ്രത്യക്ഷത്തിൽ അത് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം ഒരു വസ്തുവിനെയും പടച്ചതമ്പുരാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയില്ല, അത് ഉപദ്രവം കൂടാതെ. അങ്ങനെയാണ് ഹറാമിനെ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി ഊന്നി പറയേണ്ട ഒരു വിഷയമാണ് ഹറാമ് എന്ന് പറയുമ്പോൾ. ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്തത്, മക്കളോട് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലാതെ ആഹാരത്തിന് മാത്രമല്ല, എല്ലാ ഫീൽഡിലും നീ ഇത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ അത് പാപമാണ്, അത് ശിക്ഷിക്കപ്പെടും. അത് ചെയ്തില്ലെങ്കിലോ ചെയ്യേണ്ട അവസരം വരുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, മാതാവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാറിയാൽ അതൊരു സൽക്കർമ്മമായിട്ട് കരുതുന്ന മതമാണ് ഇസ്ലാം മതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഹലാലിനെ കുറിച്ചാണ്. എന്താണ് ഈ ഹലാൽ? ഈ ഹലാൽ എന്ന് പറയുന്നതും ആളുകൾ വിചാരിക്കുന്നത് ഈ ആഹാരത്തിന് മാത്രമാണ് ഹലാലെന്ന്. അങ്ങനെയല്ല. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിനക്ക് പ്രയാസമില്ലാത്ത ദോശ തിന്നുന്നത് ഹലാൽ, ബിരിയാണി തിന്നുന്നത് ഹലാൽ, കോട്ടിടുന്നത് ഹലാൽ, മുണ്ടുടുക്കുന്നത് ഹലാൽ. ഇതിനൊന്നും ഇസ്ലാമിൻ്റെ ഒരു വിരോധവുമില്ല. ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ഹലാലായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ, അവിടെയും ഇസ്ലാം ഹലാൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? അത് നിനക്ക് സിഗരറ്റ് കൂടി അത് ഹലാലല്ല എന്ന് പണ്ഡിതന്മാർ പറയും. ബിക്കോസ് സയൻസ് ഈസ് പ്രൂവിങ് നൗ ഇറ്റ് ഈസ് ഹേർട്ടിങ് ടു യുവർ ഹെൽത്ത്. ഹലാലല്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹലാൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിനക്ക് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യം അതെല്ലാം ചെയ്യണമെന്നില്ല. ഈ ലോകത്തുള്ള ഒരുപാട് ഫുഡുകളെ ഹലാൽ എല്ലാം തിന്നണമെന്നുണ്ടോ? ഇല്ല. അപ്പം ഹലാലിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? അത് ഉപദ്രവമുള്ളതല്ല, അത് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹലാലുകൾ മുഴുവനും തിന്നണോ? ഒരുപാട് ആഹാര സാധനങ്ങൾ തിന്നണോ? ഇല്ല. പക്ഷെ ഹലാലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉപദ്രവകാരിയല്ലാത്ത ഫുഡിലും മാത്രമല്ല, ജീവിത സ്റ്റൈലിൽ, നമ്മളുടെ ഡ്രസ് കോഡുകളിൽ, നമ്മളുടെ ഭാഷകളിൽ, നമ്മളുടെ ആഹാര സാധനങ്ങളിൽ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, ഇതിലെല്ലാം ഹലാലായ വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ നിനക്ക് ഉപദ്രവം വരുന്നതും നിനക്ക് പ്രയാസമുള്ളതും വിഷയങ്ങളെ ഹറാമെന്നും നിനക്ക് ഉപദ്രവമില്ലാത്തതും നിനക്ക് നന്മയുള്ളതിനെ ഹലാലെന്നും പറയുമ്പോൾ ആ ഹലാലുകൾ മുഴുവനും നീ ചെയ്യണമെന്നില്ല, വേണമെങ്കിലൊക്കെ ചെയ്യാമെന്ന് അനുവദിക്കപ്പെട്ടതും എന്നാണ് ഈ ഹലാലിൻ്റെയും അർത്ഥം. ഇതും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ രണ്ട് വാക്കുകളെയും ജീവിതത്തിൽ നമുക്ക് പകർത്തുവാൻ സാധിക്കുക. പടച്ചതമ്പുരാൻ അത് തൗഫീക്കിന് തരുമാറാകട്ടെ. ജാതിമത ഭേദമന്യേ അനുകരിക്കാനുള്ള ഇസ്ലാമിൻ്റെ ദൗത്യങ്ങളാണ്. അത് മനസ്സിലാക്കുവാൻ പടച്ചതമ്പുരാൻ തൗഫീക്കിനെ തരുമാറാകട്ടെ. ഇനിയൊരു വിഷയത്തോട് കൂടി കാണുവാൻ എല്ലാ ഏഷ്യ ബഹ്റൈൻ ആസ്വാദകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.